അധ്യായം 2. അന്വേഷണം. സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ വെയിലിന് കട്ടികൂടി വരുന്നു. ഹരി തൻ്റെ സന്തത സഹചാരിയായ ഡയറിയും പേനയും എടുത്ത് പുറത്തേക്കിറങ്ങി. കുടയെടുത്തില്ല. കാരണം വെയിലിൻ്റെ കാഠിന്യം അയാൾ അറിയുന്നില്ല. അത്രമേൽ തണുപ്പ് അയാളെ പൊതിഞ്ഞിരിക്കുന്നു. പത്രറിപ്പോർട്ടറായ സുഹൃത്തിനെ കാണാനാണ് അയാളുടെ യാത്ര. ആ വാഹനാപകടത്തിൻ്റെ വിവരങ്ങൾ ആ പത്രവാർത്തയിൽ വന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അയാൾക്ക് അറിയാൻ കഴിയുമോ എന്ന് ചോദിക്കണം. മൊബൈൽ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി. എന്നാലും നേരിട്ട് ചോദിച്ചറിയുന്നതിനേക്കാൾ വരില്ലല്ലോ അത്. ഫോണിലൂടെയുള്ള സംസാരത്തെക്കാളും വിശദമായി ആശയവിനിമയം നേരിട്ട് സംസാരിക്കുമ്പോൾ പറ്റും. അതൊന്നും ആർക്കും മനസ്സിലാകില്ല. മൊബൈൽ ഫോൺ വന്നപ്പോൾ ആളുകൾ തമ്മിലുള്ള സംസാരം തീരെ കുറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളുടെ വരവോടെ സംസാരം തീരെ ഇല്ലാണ്ടാക്കി. വീട്ടുകാർ തമ്മിൽ പോലും സംസാരമില്ല. പകരം ചെറു സന്ദേശങ്ങളായി. പിന്നെ താനിന്നീ ജീവിക്കുന്ന ഈ പുതുതലമുറ ലോകത്തിൻ്റെ ഭാഗമാകാൻ പഴയൊരു ഫോൺ കയ്യിൽ കരുതുന്നു എന്ന് മാത്രം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അയാൾ ബസ് സ്റ്റോപ്പിലെത്തി. ആ ദിവസത്തോടു കൂടി തന്നെ ആ വാർത്ത തീർന്നു. അല്ലെങ്കിലും അതൊരു സാധാ അപകടമല്ലേ. മാധ്യമ ശ്രദ്ധ നേടേണ്ടതായിട്ടൊന്നും അതിനകത്തില്ല. അതുകൊണ്ടാവണം അതിന് പിന്നെ തുടർ വാർത്തകളൊന്നും ഇല്ലായിരുന്നു. അല്ല, നിനക്കെന്തിനാ അതിൻ്റെ ഡീറ്റെയിൽസ്? സുഹൃത്തായ പത്ര റിപ്പോർട്ടർ ഡേവിഡിൻ്റെ ചോദ്യത്തിന് എന്തു പറയണമെന്ന് ഹരി ഒരു നിമിഷം ആലോചിച്ചു. താൻ വീണ്ടും കഥ എഴുതാൻ പോകുന്നു എന്നറിഞ്ഞാൽ അവനത് പാട്ടാക്കും. എഴുതുമോ എന്നുറപ്പില്ലാത്ത കാര്യം അതെങ്ങനെ പരസ്യമാക്കുന്നത്? ചുമ്മാ വെറുതെ ആ വാർത്ത വായിച്ചപ്പോൾ ഒരു ക്യൂരിയോസിറ്റി. ഒരു കഥയ്ക്കുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കാലോ. ഹരി ഒരു ഉഴപ്പമട്ടിൽ മറുപടി പറഞ്ഞു. ആഹാ, പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സ്വന്തം കഥാകാരൻ എന്തു പ്രണയമാണ് ഈ അപകടത്തിൽ കണ്ടത്? അതോ ദുരന്ത കഥ പറഞ്ഞ് സെൻറ്റിമെൻ്റൽ ട്രാക്കിൽ പോകാനാണോ പ്ലാൻ? ഡേവിഡ് കളിയാക്കി ചോദിച്ചു. അതെന്തെങ്കിലും ആട്ടെ, നിനക്ക് ആ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് പറ. ഹരി തെല്ലൊരു ദേഷ്യഭാവം വരുത്തി ചോദിച്ചു. നീ സീരിയസ് ആയിട്ടാണോ? ഞാൻ നോക്കാംപടാ. ആ സംഭവം റിപ്പോർട്ട് ചെയ്ത പുള്ളി ഒന്ന് നോക്കാം. നീ വാ. ഡേവിഡ് ഹരിയെയും കൂട്ടി നടന്നു. ചാക്കോച്ച, നമ്മുടെ സുധിയെ കണ്ടായിരുന്നോ? സീറ്റിൽ കണ്ടില്ലല്ലോ. ഡേവിഡ് തൻ്റെ സഹപ്രവർത്തകനോട് തിരക്കി. അപ്പോഴേക്കും സുധീഷ് എഡിറ്ററുടെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ആഹാ, തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ. സുധീഷേ, തിരക്കില്ലെന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ? ഡേവിഡ് സുധീഷിനോട് ചോദിച്ചു. ആവാം സാർ. ഡേവിഡ് സുധീഷും ഹരിയുമായി ക്യാൻറ്റീനിലേക്ക് പോയി. അവർ തിരക്കൊഴിഞ്ഞ ഭാഗത്തെ ഒരു ടേബിളിൽ ഇടം പിടിച്ചു. സുധീഷ് അയാൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചു. ഹരി അതെല്ലാം തൻ്റെ ഡയറിയിൽ കുറിച്ചെടുത്തു. ഇത് എത്രാമത്തെ ചായയാടാ? ഡേവിഡ് ഹരിയോട് ചോദിച്ചു. ശരിയാണ്, താൻ ഇന്ന് പതിവിലും കൂടുതൽ ചായ കുടിച്ചു. ക്യാൻറ്റീനിലെ AC-ക്ക് തണുപ്പ് കൂടുതലാണോ? ഹരി ചിന്തിച്ചു.